Very good morning to all. Today we will discuss about the theories of corporate governance. So there are many theories of corporate governance which address the challenges of governance of firms and companies from time to time. The corporate governance is the process of decision making and the process by which decisions are implemented in a large business is known as corporate governance. So there are various theories which describe the relationship between various stakeholders of the business while carrying out the activity of the business. അപ്പോൾ എന്താ നോക്കുക, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഈ തിയറീസ് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. സോ ദർ ആർ മെനി തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് വിച്ച് അഡ്രസ്ഡ് ദ ചലഞ്ചസ് ഓഫ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരുപാട് തിയറികളുണ്ട്. അതായത് ഒരു ഫേമിനെ ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫേമിനെ നിയന്ത്രിക്കുന്ന എന്നതിലുള്ള ചാലഞ്ചസിനെ പ്രതിപാദിക്കുന്ന ഒരുപാട് തിയറികളുണ്ട്. ആൻഡ് കമ്പനീസ് ഫ്രം എന്താണ് ടൈം ടു ടൈം ഓരോ സമയത്തും അതിൻ്റേതായിട്ടുള്ള എന്താണ് ഓരോ തിയറികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവേണൻസിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ആൻഡ് ദ പ്രോസസ് അത് കൂടാതെ എന്താണ് ദ പ്രോസസ് ബൈ വിച്ച് ഡിസിഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ലാർജ് ബിസിനസ്സിൽ എന്താണ് ബിസിനസ്സിൽ ഏത് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഡിസിഷൻസ് എന്ത് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള എന്താണ് ഒരു പ്രോസസ്സും കൂടി ഇതിൻ്റെ ഭാഗമാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന എന്താണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് ബേസ്ഡ് ഓൺ certain decisions in the organizations. So there are various theories which describes the relationship between various stakeholders of the business. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തിയറികളുണ്ട്. ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതേപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എന്താണ് ഒരുപാട് തിയറികൾ ഇതുവരെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് ഓരോരോ തിയറികളായിട്ട് എന്ത് ചെയ്യാം പറയാം. ഒന്നാമത്തെ എന്താണ്, ദർ ആർ theories of corporate governance: agency theory, stewardship theory, resource dependency theory, stakeholder theory, transaction cost theory, political theory. ഇത്രയൊക്കെയാണ് തിയറീസ് ഓഫ് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഏജൻസി തിയറി. സോ ഏജൻസി തിയറി ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the principals such as shareholders of the company and the agents such as directors of the company. എന്താണ് ഏജൻസി തിയറി ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, എന്ത് തമ്മിലുള്ള ബന്ധമാണ് പ്രിൻസിപ്പാളും ഏജൻറ്റും. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. ഏജൻറ്റ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ പ്രിൻസിപ്പാൾ ഓഫ് ദ കമ്പനി ഹയർ ദ ഏജൻറ്റ്സ് ടു പെർഫോം വർക്ക്. ഈ തിയറി പ്രകാരം എന്താണ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ഏജൻസ് ആയിട്ടുള്ള എന്താണ് ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു പെർഫോം വർക്ക്, ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആർ എന്താണ് സ്കാറ്റേർഡ് അറൗണ്ട് ദി എന്താണ് ഗ്ലോബാണ് അല്ലേ. എന്താണ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അമേരിക്കയിലുള്ള കമ്പനിയുടെ ഷെയർ വാങ്ങാം. ഞാനൊരു ഷെയർ ഹോൾഡറാണ്. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അമേരിക്കയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചില ആളുകളെ ഞാൻ അത് എന്ത് ചെയ്യും ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തുന്ന ആളുകളാണ് എന്ത് ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. സോ ദ പ്രിൻസിപ്പൽ ഡെലിഗേറ്റ്സ് ദ വർക്ക് ഓഫ് റണ്ണിങ് ദ ബിസിനസ് ടു ദ ഡയറക്ടേഴ്സ് ഓർ മാനേജേഴ്സ്. എന്താണ് പ്രിൻസിപ്പൽ എന്താ ചെയ്യുന്നത്, ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ് നടത്തുവാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു, ഈ ഏജൻസിന്, അതായത് ഡയറക്ടേഴ്സിനാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജേഴ്സിനാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഹു ആർ ഏജൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അവരെന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻസ് ആണ്. ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് accept ദ ഏജൻസ് ടു ആക്ട് ആൻഡ് മേക്ക് ഡിസിഷൻസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന എന്താണ് ഏജൻസ് ഏത് രീതിയിൽ ആക്ട് ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കും ആരുടെ താല്പര്യത്തിനനുസരിതമായിട്ട് പ്രിൻസിപ്പാളുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് ഏജൻസ് എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുമെന്നും കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു, ഷെയർ ഹോൾഡർ പ്രതീക്ഷിക്കുന്നു. ഓൺ ദ കോൺട്രറി എന്നാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഏജൻറ്റ് മേക്ക് ഡിസിഷൻസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പാൾസ്. എപ്പോഴും എന്താണ് പ്രിൻസിപ്പാളുടെ താല്പര്യപ്രകാരം മാത്രം എന്ത് ചെയ്തോളുന്നില്ല, തീരുമാനങ്ങൾ എടുത്തോളുന്നില്ല. പക്ഷേ ദ ഏജൻറ്റ് മേ സ്കംഡ് ഓർ ടു സെൽഫ് ഇൻട്രസ്റ്റ്, ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയർ ആൻഡ് ഫാൾ ഷോർട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ
പ്രിൻസിപ്പൾ അയാളുടെ സ്വയം വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ അവസരവാദ്യപരമായിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ബിഹേവിയർ, അതായത് നല്ല അവസരത്തിനൊത്ത് എന്ത് ചെയ്യുക പെരുമാറുക, അതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യും അയാൾ നശിപ്പിക്കുക, അതായത് അതിനനുസരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തോളണമെന്നില്ല, പെരുമാറിക്കൊള്ളണമെന്നില്ല. സോ ദ കീ ഫീച്ചർ ഓഫ് ഏജൻസി തിയറി സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നാണ്. അപ്പോൾ ഏജൻസി തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഫീച്ചർ എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നാണ്. ഓണർഷിപ്പ് എന്ന് പറയുന്ന ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതേപോലെ തന്നെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഡയറക്ടേഴ്സ് എന്നാണ്. ഏജന്റ്, പ്രിൻസിപ്പൽ ഏജന്റ് ആണ്. So the theory prescribes that people or employees are held accountable in their task and responsibilities. അതുകൊണ്ട് തന്നെ ഈ തിയറി പറയുന്നത് എന്താണ്? ആളുകൾക്ക്, അതായത് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്തിനും റെസ്പോൺസിബിൾ ആണ്. അവർ ചെയ്യുന്ന ജോലി എന്താണോ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണോ അതിന് അവർ അക്കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ അവരതിനെന്താണ് റെസ്പോൺസിബിൾ ആണ്. റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കറക്റ്റ് ദ പ്രയോറിറ്റീസ് ഓഫ് എന്താണ് ഏജൻസിൽ എന്നാണ്. അതായത് ഏജൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നല്ല തീരുമാനം എടുക്കുമ്പോൾ റിവാർഡ് കൊടുക്കാം, മോശം തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? അവരെ പണിഷ് ചെയ്യാം. റിവാർഡും പണിഷ്മെൻറ്റും ഒരു ടൂളായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് എന്തുള്ളത് ഏജൻസി തിയറിയിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നോക്കുക. പ്രിൻസിപ്പാൾ ഹയർ ചെയ്യുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യുന്നു ഏജൻറ്റിനെ. ഏജൻറ്റ് എന്ത് ചെയ്യുന്നു? ആർക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നു? പ്രിൻസിപ്പാൾസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നു. ഇവിടെ ഇയാളുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം. ഇവിടെയും എന്താണ്? സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അടുത്താണ് എന്ത്? സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. So the steward theory states that a steward protects and maximizes shareholders' wealth through firm performance. സ്റ്റുവേർഡ് തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റുവേർഡ് എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഏതിലൂടെ? ഫേമിൻ്റെ പെർഫോമൻസിൽ, ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ സ്ഥാപനത്തിൻ്റെ ഷെയർ ഹോൾഡറുടെ വെൽത്ത് സംരക്ഷിക്കുകയും അതിനെ മാക്സിമൈസ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റുവേർഡ് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുകയും മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? സ്റ്റുവേർഡ് തിയറി പറയുന്ന. സ്റ്റുവേർഡ്ഷിപ്പ്, സ്റ്റുവേർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാര്യസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മളൊരു കാര്യസ്ഥൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റുവേർഡിനെ എന്ത് ചെയ്യണത്? A steward are company executives and managers working for the shareholders. എന്താണ് സ്റ്റുവേർഡ്സ്? കാര്യസ്ഥൻ എന്നുള്ളത് മലയാളം മീനിങ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റുവേർഡിനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, മീനിങ് പറയുകയാണെങ്കിൽ, സ്റ്റുവേർഡ്സ് ആർ ദ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജേഴ്സ് എന്നാണ്. കമ്പനി എക്സിക്യൂട്ടീവോ മാനേജേഴ്സോ ആർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ആൻഡ് മേക്ക് പ്രോഫിറ്റ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സോ ദ സ്റ്റുവേർഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് മോട്ടിവേറ്റഡ് വെൻ ഓർഗനൈസേഷൻ സക്സസ് ഈസ് അറ്റൈൻഡ്. എന്താണ്? ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ഥാപനം ഒരു വിജയമാകുന്ന സമയത്ത് അവരതിൽ എന്ത് ചെയ്യുക? ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ മോട്ടിവേറ്റ് ചെയ്യുകയും സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്താ? സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്ട്രെസ്സസ് ഓൺ പൊസിഷൻ ഓഫ് എംപ്ലോയീസ് or executives to act more autonomously so that the shareholders returns are maximized. അപ്പം ഇവർ സ്ട്രെസ് ചെയ്യുന്ന എന്താണ്? പൊസിഷൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ എന്താണ്? എംപ്ലോയിയുടെ പൊസിഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ പൊസിഷൻ എന്തിന്? അവർക്ക് സ്വതന്ത്രമായിട്ട് ആക്ട് ചെയ്യാനുള്ള ആ പൊസിഷൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? അവരെ കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓട്ടോണമി ഉണ്ടാവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ എന്ത് ചെയ്യുന്നത്? മാക്സിമൈസ് ചെയ്യുക. ആ ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് റിട്ടേൺ എന്ത് ചെയ്യുന്നത്? മാക്സിമൈസ് ചെയ്യുന്നത്. ആൻഡ് എംപ്ലോയീസ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ ജോബ്സ് ആൻഡ് വർക്ക് അറ്റ് ദം എന്താണ്? ഡിലിജൻ്റ്ലി എന്താണ്? അവർ ഏൽപ്പിച്ച ജോലിയുടെ ഓണർഷിപ്പ് അവർ ഏറ്റെടുക്കുകയും അത് വളരെ എന്താണ്? കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. അപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ്സ് ആൻഡ് റിട്ടേൺ, ഷെയർ ഹോൾഡർ എംപവർ ആൻഡ് ട്രസ്റ്റ് എന്താണ്? ഇവരെ എന്താണ്? വിശ്വാസമാണ്. അതേപോലെ തന്നെ എന്താണ്? ഇവർ ഇൻട്രിൻസിക് ആൻഡ് അതായത് സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്. അല്ലെ എന്താണ്? എന്ത് ചെയ്യുന്നു? സ്റ്റുവേർഡ്സ് എന്താ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഇതാണ്. ഓക്കെ, അടുത്താണ് എന്താ? സ്റ്റേക്ക് ഹോൾഡർ തിയറി. സോ സ്റ്റേക്ക് ഹോൾഡർ തിയറി ഇൻകോർപ്പറേറ്റഡ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ടു എ ബ്രോഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്തിനോട്?
ആരോടുള്ള അക്കൗണ്ടബിലിറ്റി? സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്. അതായത് ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള മാനേജ്മെന്റിന്റെ അക്കൗണ്ടബിലിറ്റിയെ പറ്റി പറയുന്ന തിയറിയാണ് എന്താ സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് മാനേജേഴ്സ് ഇൻ ഓർഗനൈസേഷൻ ഹാവ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ടു സെർവ്. ദിസ് ഇൻക്ലൂഡ്സ് എന്താണ് സപ്ലയേഴ്സ്, എംപ്ലോയീസ്, ബിസിനസ് പാർട്ട്നേഴ്സ്. അതായത് ഒരു ഈ ഒരു തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസിലെ മാനേജേഴ്സിന് എന്താണ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവരൊരു നെറ്റ്വർക്ക് എന്ത് ചെയ്യും കാത്തു സൂക്ഷിക്കുക. നെറ്റ്വർക്കിൽ നിന്നുണ്ടാവും സപ്ലയേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. So the theory focus on managerial decision making and interest of all stakeholders have intrinsic value and no sets of interest is assumed to dominate the others. അതായത് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ ആളുടെ താല്പര്യങ്ങൾക്കും എന്തുണ്ട്, ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ആളുടെ താല്പര്യങ്ങളും എന്താണ് വർത്താണ്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡറുടെ എന്ത് ചെയ്യുന്നില്ല, വേറൊരു സ്റ്റേക്ക് ഹോൾഡർ എന്ത് ചെയ്യുന്നില്ല, ഡോമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോൾ ഒരുപാട് ഇപ്പം സപ്ലയേഴ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണം, എംപ്ലോയീസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണം, ബിസിനസ് പാർട്ട്നേഴ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ ആളുകളുടെ ഒക്കെ എന്താണ് എല്ലാവരെയും എന്താണ് സേവനം ആർക്കാവശ്യമുണ്ട്, സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അതായത് ഇവിടെ നോക്കി ഇൻവെസ്റ്റേഴ്സ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്, കസ്റ്റമേഴ്സ്, കമ്മ്യൂണിറ്റീസ്, എംപ്ലോയീസ്, ഇതൊക്കെ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഒരു ഫേം തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അടുത്താണ് എന്താ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. നമുക്ക് എന്താ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിങ് ആക്സസ് ടു ദ റിസോഴ്സ് നീഡഡ് ബൈ ദ ഫേം. എന്താണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോള് എന്തിൽ, ഇൻ പ്രൊവൈഡിങ് ആക്സസ്, എന്താണ് റിസോഴ്സസ് ആവശ്യമുണ്ടുമ്പോൾ ഒരു സ്ഥാപനത്തിന് അതിൻ്റെ വിഭവങ്ങൾ ആവശ്യമുള്ള സമയത്ത് അത് നൽകുന്നതിൽ എത്രത്തോളം എന്താണ് പ്രാധാന്യം ഡയറക്ടേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് ഏത് തിയറി ഫോക്കസ് ചെയ്യുന്നത്, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഡയറക്ടേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പ്രൊവൈഡിങ് ഓർ സെക്യൂറിങ് എസെൻഷ്യൽ റിസോഴ്സസ് to an organization through their linkage to the external environment എന്നാണ്. അപ്പോൾ ഇത് തിയറി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ടേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ഇതിൽ, റിസോഴ്സസ് വിഭവങ്ങൾ കൊടുക്കുന്നതിലും അത് സംരക്ഷിക്കുന്നതിലും. എങ്ങനെ ലിങ്കേജ് ടു ദി എക്സ്റ്റേണൽ, പുറമേയുള്ള ഓർഗനൈസേഷൻ്റെ പുറമേയുള്ള എൻവയോൺമെൻറ്റിനോട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് റിസോഴ്സസ് അവൈലബിൾ ആക്കുന്നതിൽ ഈ ഡയറക്ടേഴ്സിന് എന്തുണ്ട്, വളരെ നല്ലൊരു പ്രാധാന്യമുണ്ട്. So the provision of resources enhances organization functioning, firm's performance and its survival. എന്താണ് അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ, അതായത് എന്താണ് ഈ റിസോഴ്സസ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് തന്നെ ലഭിക്കുകയാണ് എങ്കിൽ അതൊക്കെ ഏതിനെ പോസിറ്റീവായിട്ട് ബാധിക്കും, ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം, ഫങ്ഷനിങ്, അതേപോലെ എന്താണ് ഫേമിൻ്റെ പെർഫോമൻസ് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ ഫേമിൻ്റെ സർവൈവലിനൊക്കെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും, ബാധിക്കുന്നതാണ്. ആൻഡ് ദ ഡയറക്ടേഴ്സ് ബ്രിങ് ദ റിസോഴ്സസ് ടു ദ ഫേം. എന്താണ് ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആണ്, ഇൻഫർമേഷൻ, സ്കില്ല്, ആക്സസ് ടു കീ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, അതായത് സപ്ലയേഴ്സ്, ബയേഴ്സ്, പബ്ലിക് പോളിസി മേക്കേഴ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സ്, ലെജിറ്റിമസി അല്ലെ. ഇതൊക്കെ എന്താണ്, ഇതൊരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുള്ളതാണ്. ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എന്താണ് ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നതുമാണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, സ്ഥാപനത്തിനെ നല്ല രീതിയിൽ ഫങ്ഷനിങ് ചെയ്യാനും പെർഫോമൻസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അടുത്താണ് എന്താ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി. സോ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി സ്റ്റേറ്റ് ദാറ്റ് കമ്പനി ഹാസ് നമ്പർ ഓഫ് കോൺട്രാക്ട്സ് വിത്തിൻ ദ കമ്പനി ഇറ്റ് സെൽഫ് ഓർ വിത്ത് ദ മാർക്കറ്റ് ത്രൂ വിച്ച് ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ദ കമ്പനി. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിക്ക് ഉള്ളിൽ തന്നെ കമ്പനിക്ക് എന്തുണ്ട്, ഒരുപാട് കോൺട്രാക്റ്റുകളുണ്ട്. അതേപോലെ മാർക്കറ്റുമായിട്ടും കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺട്രാക്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിലൂടെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്.
സോ ദർ ഇസ് എ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കോൺട്രാക്ട് വിത്ത് എക്സ്റ്റേണൽ പാർട്ടി. എക്സ്റ്റേണൽ പാർട്ടിയുമായിട്ടുള്ള എന്താണ് ഓരോ കരാറിലും എന്തുണ്ട്, ഒരു കോസ്റ്റ് അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കോസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുക, അതിന് നമ്മൾ പറയുക. ഇഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് യൂസിങ് ദ മാർക്കറ്റ് ഈസ് ഹയർ ദ കമ്പനി വുഡ് അണ്ടർടേക്ക് ദ ട്രാൻസാക്ഷൻ ഇറ്റ് സെൽഫ്. എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, എന്താണ് മാർക്കറ്റ് യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ഇറ്റ് വുഡ് അണ്ടർടേക്ക് ആ ട്രാൻസാക്ഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പനി എന്ത് ചെയ്യുന്നു, അണ്ടർടേക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്താണെന്ത്, പൊളിറ്റിക്കൽ തിയറി. സോ ദ പൊളിറ്റിക്കൽ തിയറി ബ്രിങ്സ് ദ അപ്രോച്ച് ഓഫ് ഡെവലപ്പിംഗ് വോട്ടിംഗ് സപ്പോർട്ട് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് റാദർ ബൈ പർച്ചേസിങ് എന്താണ് വോട്ടിംഗ് പവർ. എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ഓഫ് എന്തുണ്ടാക്കുക, ഡെവലപ്പിംഗ് വോട്ടിംഗ് സപ്പോർട്ട്. ഓർഗനൈസേഷൻ ആവശ്യമായിട്ട് എന്ത് ചെയ്യുക, വോട്ടിംഗ് സപ്പോർട്ട് ഉണ്ടാക്കുക ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും. അതായത് വോട്ട് വില കൊടുത്തുനിന്ന് വാങ്ങുന്നതിന് പർച്ചേസ് വോട്ടിംഗ് പവറിന് അപ്പുറത്തേക്ക് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എന്തുണ്ടാക്കുക, ഒരു സപ്പോർട്ട് എന്ത് ചെയ്യുക, വോട്ടിംഗ് പവറിലൂടെ ഉണ്ടാക്കുക. സോ ഇറ്റ് ഹൈലൈറ്റ്സ് ദ അലോക്കേഷൻ ഓഫ് കോർപ്പറേറ്റ് പവർ, പ്രോഫിറ്റ്സ്, പ്രിവിലേജ് ആൻഡ് ഡിറ്റർമിൻഡ് വയ എന്താണ് ഗവൺമെൻറ്റ്സ് ഫേവർ. എന്താണ് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് പവർ, പ്രോഫിറ്റ്, പൊളിറ്റിക്കൽ സംഭവങ്ങളാണ് ഇതിലെന്ത് ചെയ്യണത്, കൂടുതലും ഹൈലൈറ്റ് ചെയ്യണത്. ഇത്രയാണ് നമ്മൾ എന്ത് പറയണത്, തിയറീസ് ഓഫ് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്.